ലവ് ഞെട്ടിക്കലിന് ശേഷം സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ് മറ്റൊരു ഞെട്ടിക്കൽ ചെയ്തു. ഇത് ശരിക്കും അനീഷ് അവിടെ എന്ത് ഗെയിമാണ് എടുത്തേക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അനീഷ് ഈ ഒരു ലവ് പ്രപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് അത് ചെയ്തത് ഒരു സ്ട്രാറ്റജിയോ ഗെയിമോ ആണെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ അനുമോള് ആ പ്രപ്പോസൽ നിഷേധിച്ചതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അനുമോളോടുള്ള ഒരു പിണക്കം, അതൊരു ചൈൽഡിഷ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു പിണക്കമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ പൊന്ന് അനുമോളെ ഈ അനീഷിനെ ഒന്നും പ്രേമിച്ചേക്കല്ലേ. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നെഗറ്റീവായി പോയി, കട്ട നെഗറ്റീവായി പോയി. എന്താണെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും ഇതൊരു ഗെയിമോ സ്ട്രാറ്റജിയാണ് അനീഷ് കാണിക്കുന്നതെങ്കിൽ അനീഷ് ഒരു മിടുക്കൻ തന്നെ, ഒരു കില്ലാടി തന്നെ. പക്ഷേ അതൊന്നും അല്ല, ഇതൊരു റിയൽ ലവ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ ഒരു പ്രപ്പോസലിന് ശേഷം അനുമോളോട് ഇപ്പൊ അനീഷ് കാണിക്കുന്ന സ്വഭാവം ഭയങ്കര ചീപ്പാണ്. അതായത് ആ ഒരു ഗെയിമിനകത്ത് അനുമോളെ ബ്ലെയിം ചെയ്തത് ഏറ്റവും കൂടുതലും ഈ ഒരു ആഴ്ചത്തെ അനുമോളുടെ ഇഷ്യൂവിനകത്ത്, ഈ ഒരു ആഴ്ച അനുമോളുടെ ഇഷ്യൂവിന് എല്ലാത്തിനും കാരണം ഈ സാബുമാനാണ്. അതായത് അന്ന് ആ ഒരു പയറ് തോരൻ മര്യാദയ്ക്ക് കിട്ടിയത് അത്രയും കഴിച്ചിരുന്നുവെങ്കിൽ അത് അനുമോള് ധാരാളം കൊടുത്തിരുന്നു. എന്നിട്ടും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതുകൊണ്ടാണ് ആ ഒരു കറിപ്പാത്രത്തിൽ ഇരുന്നത് മൊത്തവും വേണം എന്ന് പറഞ്ഞ് വഷളാക്കിയത് സാബുമാനാണ്. അതന്ന് ചൂണ്ടിക്കാണിച്ച ഒരേ ഒരു വ്യക്തി, അനുമോളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വ്യക്തി അനീഷാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന ആ ഒരു ജയിൽ നോമിനേഷന്റെ കേസ് വന്നപ്പോഴത്തേക്കും അനീഷ് പ്യോറായിട്ടും കംപ്ലീറ്റ് ആയിട്ടും അനുമോൾക്ക് എതിരെ തിരിഞ്ഞു. അതിന് ഒരൊറ്റ റീസണായി ഞാൻ കാണുന്നുള്ളൂ. അനുമോള് ആ ഒരു പ്രപ്പോസലിനകത്ത് കാണിച്ച ആ ഒരു എന്താ പറയാ, ഒട്ടും തന്നെ ഓക്കെ അല്ലാത്ത കണക്കും നോ പറഞ്ഞ കണക്കും അനീഷിനെ തള്ളിക്കളഞ്ഞ ഒരു നോ അക്സെപ്റ്റ് ചെയ്യാൻ അനീഷിന് സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് എനിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയത്. ആ ഒരു നോയ്ക്ക് ശേഷം സത്യം പറഞ്ഞ ഒരു പിണങ്ങി എണീറ്റ് പോകുന്നു. അനുമോൾ സംസാരിക്കാൻ വരുമ്പോൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന ഒരു ജയിൽ നോമിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അനുമോളെ ആദ്യം തന്നെ അനീഷ് ചൂസ് ചെയ്യുന്നു.